ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകളുമായി അമേരിക്ക. ചർച്ചകളുടെ ഫലമായി ഇറാനിലെ ഊർജ്ജ സംരക്ഷണ പ്ലാന്റുകൾക്ക് നേരെയുള്ള എല്ലാ സൈനിക നടപടികളും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. യുഎസും ഇറാനുമായി കഴിഞ്ഞ 2 ദിവസങ്ങളായി ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. അതിനിടെ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് തിരികെയെത്തി. MC നാസറും ഒപ്പം BK സുഹൈലും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം MC നാസറിലേക്കാണ്. നാസർ, ഈ വിവരങ്ങൾ ഇറാനോ ഇസ്രായേലോ സ്ഥിരീകരിക്കുന്നുണ്ടോ? അനീഷ, അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായിട്ട് മഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഒരു വാർത്തയിൽ പറയുന്നത് അമേരിക്കയുമായിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ്. അതുമാത്രമല്ല, ഈ വാർത്താ ഏജൻസിയുടേതായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വെർഷൻ വരുന്നത് പിന്നെ ഇപ്പോൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 5 ദിവസത്തെ സമയപരിധി എന്നത് ഈ ആഗോള വിപണിയിൽ എണ്ണവില കുറയ്ക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. മറ്റൊന്നുള്ളത് സൈനികമായിട്ട് ഇറാനെ കടന്നാക്രമിക്കാനുള്ള കുറച്ചുകൂടി സാവകാശം നേടുക, അതിലൂടെ കൂടുതൽ സൈനിക സംവിധാനങ്ങൾ ഒരുക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതായി മഹർ ന്യൂസ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പിന്നെ ആര് തമ്മിലാണ് ഈ ചർച്ച നടന്നത്? പിന്നിട്ട് 2 ദിവസമായി നടന്ന ചർച്ചകൾ വളരെ ക്രിയാത്മകമായിരുന്നു എന്ന് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ആക്രമണം കൂടുതൽ പിന്നെ അതിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണോ ഈ ട്രംപിന്റെ പ്രതികരണം എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും മേഖലയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ന് രാത്രിയോടുകൂടി ട്രംപ് നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കാനിരിക്കുകയാണ്. 48 മണിക്കൂറിന് പിന്നിട്ടാൽ ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തും. അതോടുകൂടി വൈദ്യുതി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, ഇറാനെ പൂർണ്ണമായിട്ടും ഇരുട്ടിലാക്കുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു ട്രംപ് നൽകിയത്. അതിന് മറുപടി ആയിക്കൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മേഖലയിലെ പല രാഷ്ട്രങ്ങളുടെയും വൈദ്യുതി ഇല്ലാതാക്കും, അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനും തിരിച്ചടിച്ചിരുന്നു. ഇത് യുദ്ധത്തെ കൂടുതൽ വിപുലമാക്കുമെന്ന ഒരു ആശങ്കയായിരുന്നു രൂപപ്പെട്ടത്. അതിന് തൽക്കാലത്തേക്ക് ഒരു 5 ദിവസത്തെ സാവകാശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ 5 ദിവസത്തിനുള്ളിൽ ഇറാനുമായി ഇനി കൂടുതൽ ചർച്ചകൾ നടക്കും. ആ ചർച്ചകളിലൂടെ ഫലപ്രദമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് നീങ്ങും എന്നുകൂടിയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതുവരെയും ആ ചർച്ച ആര് തമ്മിലാണ് നടന്നത്, ആരാണതിന് ഇടനിലക്കാരായത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരുപക്ഷെ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അല്പം മുമ്പ് ഇസ്രായേൽ നേതൃത്വവും അമേരിക്കൻ നേതൃത്വവും തമ്മിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങൾക്കും വൈദ്യുത നിലയങ്ങൾക്കും നേരെയുള്ള ഒരു ആക്രമണവും ഉണ്ടാകരുത് എന്നാണ്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചതായിട്ടാണ് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിക്കുമോ, അതല്ല ഈ 5 ദിവസത്തിന് ശേഷം കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിപ്പുറപ്പെടുമോ, ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കാർഗ് ദ്വീപിലേക്ക് കൂടി കടന്നുകയറ്റം അമേരിക്ക നടത്താൻ നീക്കമുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും പിന്നെ ഒരു പ്രതിസന്ധി ഒഴിഞ്ഞതിന്റെ പ്രതീക്ഷയിലും സമാധാനത്തിലുമാണ് ഗൾഫ് മേഖല.